നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധിന്യായം പുറത്തുവന്നു. അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്ന ചർച്ചകൾ സജീവമാകുമ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വശമുണ്ട്. അന്വേഷണ ഏജൻസിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടോ? സംഭവം നടക്കുന്നത് 17/2/2017. ഏതൊരു കേസിനെയും സംബന്ധിച്ചിടത്തോളം ആ കേസിന്റെ ഗോൾഡൻ അവേഴ്സ് അല്ലെങ്കിൽ ഗോൾഡൻ ഡേയ്സ് എന്ന് പറയുന്നത് ആ സംഭവം നടന്ന് തൊട്ടടുത്ത മണിക്കൂറുകളും അടുത്ത ദിവസങ്ങളുമാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സംഭവം നടക്കുന്ന ദിവസം തന്നെ കൃത്യമായി അതിജീവിത പോലീസിന് മൊഴി കൊടുക്കുന്നുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിജീവിതയെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുന്നു. അതിനുശേഷം 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും എവിടെയാണ് അന്വേഷണ ഏജൻസിക്ക് പിഴച്ചത്? വിധിന്യായം പുറത്തു വന്നപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന ഘടകമുണ്ട്. സംഭവം നടക്കുന്ന ദിവസം അതിജീവിത തനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പോലീസിന് കൊടുക്കുന്ന മൊഴിയിലും അതുപോലെ മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന മൊഴിയിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ വിശദീകരണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും കോടതി വിചാരണ വേളയിൽ അതിജീവിതയെ മുഖവിലക്കെടുക്കാതെ വിശ്വസിക്കാതെ മുന്നോട്ട് പോയിട്ടില്ല. അതിജീവിത പോലീസിന് കൊടുക്കുന്ന മൊഴിയിൽ അതിജീവിത തനിക്ക് ഉണ്ടായ ദുരനുഭവം, ഞാനത് വിശദീകരിക്കുന്നില്ല എന്താണ് തനിക്കുണ്ടായതെന്ന്, വളരെ മോശമായ രീതിയിൽ തനിക്കുണ്ടായ സംഭവ വികാസങ്ങൾ അതിജീവിത വിശദീകരിക്കുമ്പോൾ അതിജീവിത പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട്. ആ സമയം അതിജീവിതയെ ഉപദ്രവിച്ച പ്രതികളിലൊരാൾ തന്നോട് പറയുകയാണ്, ഇതൊരു കൊട്ടേഷനാണ്, ഈ കൊട്ടേഷൻ തന്നിരിക്കുന്നത് ഒരു മാഡമാണ്. ഇത് അതിജീവിതയുടെ പോലീസിന് കൊടുത്ത മൊഴിയിലും അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടം കഴിയുന്നു. 18/4/2017 അന്വേഷണ ഏജൻസി ഒരു കുറ്റപത്രം കോടതി മുൻപാകെ സമർപ്പിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം തുടരന്വേഷണം ആവശ്യമായി അന്വേഷണ ഏജൻസി പറയുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് സംഭവം ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിജീവിതയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പ്രതികൾ പകർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പെൻഡ്രൈവ് അല്ലെങ്കിൽ ഇതിൻ്റെ മെമ്മറി കാർഡ് കണ്ടുകിട്ടിയിട്ടില്ല. ഇത് കണ്ടെടുക്കുന്നതിന് തുടരന്വേഷണം ആവശ്യമാണ്. 18/4/2017 കൊടുക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ പോലീസിൻ്റെ കണ്ടെത്തൽ നടിയെ ആക്രമിക്കുന്നത് പണം ആവശ്യപ്പെടുന്നതിന് വേണ്ടി, നടിയിൽ നിന്നും ഭീമമായ തുക കൈപ്പറ്റുന്നതിന് വേണ്ടി പ്രതികൾ ഗൂഢാലോചന നടത്തി. അതായത് ആ സമയത്തുണ്ടായിരുന്ന പ്രതികൾ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ ഗൂഢാലോചന നടത്തി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടിയെ തട്ടിക്കൊണ്ടുവന്ന് നഗ്നദൃശ്യങ്ങൾ പകർത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്ന ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സംഭവം നടന്നത് അല്ലെങ്കിൽ കൃത്യം നടത്തിയത് എന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. അതിനാസ്പദമായ പെൻഡ്രൈവ് കണ്ടെത്തണം. ഇതായിരുന്നു 18/4/2017 സബ്മിറ്റ് ചെയ്യുന്ന ഫൈനൽ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്.